നമസ്കാർ. എന്താണെന്ന് പഠിക്കുന്നത് നമ്മളിപ്പോ യൂസ് സ്റ്റേറ്റ് കഴിഞ്ഞു. നമ്മൾ നേരത്തെ രണ്ട് സംഭവങ്ങളാണ് പ്രൈമറി ആയിട്ട് നമ്മൾ പഠിക്കുന്നത് പറഞ്ഞത്. ഒരു സാധനം ഇപ്പൊ കഴിഞ്ഞ് സ്റ്റേറ്റിലെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ നോക്കാം. നമ്മൾ പ്രൊജക്ട് ഓറിയന്റഡ് ആയിട്ടാണോ പോകുക, അതായത് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ബേസ് ആണ് നമ്മൾ നോക്കുന്നത്, ഫൗണ്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അടുത്തത് രണ്ടാമത്തെ എന്തായിരുന്നു? എന്തായിരുന്നു? യൂസ് എഫക്ട്. അപ്പോൾ യൂസ് എഫക്റ്റ് ആണ് നമ്മൾ അടുത്തത് എന്ത് ചെയ്യാൻ പോണത്, പഠിക്കാൻ പോണത്. അപ്പോൾ യൂസ് എഫക്റ്റ് ഉണ്ടാകും. എന്താണ് യൂസ് എഫക്ട്? നമ്മളിപ്പോ ലൈക്ക് നമ്മുടെ യൂസ് എഫക്ട് എന്ന് പറയുമ്പോ ആ ഒരു ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വേരിയബിളിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്, അല്ലേ? അതായത് ഡാറ്റനെ മാനേജ് ചെയ്യാൻ, ഡാറ്റനെ ഡാറ്റ ആയിട്ട് എന്തെങ്കിലും കളിക്കാനാണ് ഞാൻ സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് എഫക്റ്റ് പക്ഷേ ഡാറ്റ ആയിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്യാനും കളിക്കാനും ആണോ യൂസ് ചെയ്യുന്നത്? അതെ, പക്ഷെ മോർ ഓവർ ലൈക്ക് അതിന്റെ ഒരു സ്റ്റോറേജിന് വേണ്ടിട്ടല്ലേ. അതാണ് ഞാൻ ചോദിച്ചത്. ഡാറ്റനെ സ്റ്റോർ ചെയ്യാനല്ല. യൂസ് എഫക്ട് ഒരു ഫംഗ്ഷൻ പോലെയാണ്. അതിന് നമ്മൾ അത് എപ്പോഴൊക്കെ റൺ ചെയ്യണമെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു യൂസ്. ഞാൻ മനസ്സിലാക്കിയുള്ള യൂസ് എഫക്ട് പറയാം, എന്നിട്ട് അതിനെ പറയാം. അതായത് യൂസ് എഫക്ട് നമ്മളൊരു ഡിഫോൾട്ട് സിന്റാക്സ് ഉണ്ട് ഇപ്പൊ എഴുതിയ പോലെ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ അവിടെ എഴുതും. യൂസ് എഫക്റ്റിനുള്ളിൽ എന്തൊക്കെ എഴുതിയോ ആ സാധനം മൊത്തം ഡോമിന് അല്ലെങ്കിൽ റീ റെൻഡറിങ് നടക്കുമ്പോൾ ആ യൂസ് എഫക്റ്റിലുള്ള മൊത്തം ലൈൻസും വർക്കാവും. അല്ല, ഒരു ചെറിയ കറക്ഷൻ കിട്ടും. യൂസ് എഫക്റ്റ് ഇടുന്ന സമയത്ത് ഇപ്പൊ ഇങ്ങനെ യൂസ് എഫക്റ്റ് ഇട്ട് ഞാൻ ഇതിനകത്ത് കൺസോൾ ലോഗ് ഇട്ടെന്ന് കരുതിക്കോ. കൺസോൾ ലോഗ് അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതിപ്പോ ഞാൻ ആ പേജ് ലോഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തവണ ലോഡ് ചെയ്യും. പിന്നെ എത്ര പ്രീ റെൻഡർ റീഫ്രഷ് അല്ല, എത്ര റീ റെൻഡർ നടന്നാലും വർക്ക് ആവത്തില്ല. അല്ല, നമ്മള് അതായത് അവിടെ ഒരു കാര്യം പറയാം. റീ റെൻഡർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഏതെങ്കിലും കമ്പണന്റ് റീ റെൻഡർ ചെയ്യുമ്പോഴല്ല, യൂസ് എഫക്റ്റിന് നമ്മൾ പറഞ്ഞു കൊടുക്കും ആരൊക്കെ റീ റെൻഡർ ചെയ്യുമ്പോഴാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവരെല്ലാം റീ റെൻഡർ ചെയ്യുമ്പോൾ യൂസ് എഫക്റ്റ് വർക്ക്. അപ്പൊ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇവിടെ അല്ലേ അത് പറഞ്ഞു. ഇവിടെ നമ്മൾ ഒന്നും കൊടുക്കാത്തതിന് അർത്ഥം എന്താ? എൻ്റയർ പേജ് ഡിഫോൾട്ട് ആയിട്ട് പേജ് റിഫ്രഷ് ചെയ്യുമ്പോ എന്തായാലും വർക്കാവും. അത് വർക്കാവില്ലേ? പേജ് റിഫ്രഷ് ചെയ്യുമ്പോൾ വർക്കാവില്ലേ? നമ്മളിത് മെയിൻലി യൂസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരു സ്റ്റാറ്റിക് പേജ് ഉണ്ടെന്ന് കരുതിക്കോ. അതിനകത്ത് ഈ API കോളോ അല്ലെ എവിടെന്നേലും യൂസർ വരുന്ന നേരത്ത് കുറച്ച് ഡേറ്റ ബൈ ഡിഫോൾട്ട് ആണെങ്കിൽ നമ്മൾ പേജ് ലോഡിൽ കുറച്ച് സാധനങ്ങൾ ഒരു ഓൺ പേജ് ലോഡ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഇവന്റ് പോലെയാണ്. കമ്പോണന്റ് മൗണ്ട് ചെയ്യുന്ന നേരത്ത് എന്തെങ്കിലും കാണും. ഇപ്പൊ തന്നെ നമുക്ക് ഈ പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് സെറ്റ് സബ്മിറ്റ് ഫോൾസ് ആയിരിക്കും. ഇപ്പൊ ഒരു ലോഗ് ഇട്ടിട്ടുണ്ട്. ഈ ലോഗ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഇപ്പൊ ഇതിനകത്തൊന്നുമില്ല. ഞാൻ പേജ് റീഫ്രഷ് ചെയ്യാൻ നോക്കും. എന്തുകൊണ്ട് രണ്ട് ഡാറ്റ ഇത് റിയാക്ടിന്റെ പ്രശ്നമാണ്. 2 തവണ റെൻഡർ ആവും. അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. കണ്ടുപിടിക്കണം. ഇവിടെ ഒരു സാധനം ഇട്ടിട്ടുണ്ട് അതിന് വേണ്ടിട്ട്. സ്ട്രിക്റ്റ് മോഡ്. ഇതിപ്പോ സൈഡ് എഫക്റ്റ് ഇതിപ്പോ നമ്മുടെ കേസിൽ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നല്ല. നമ്മളൊരു വലിയ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ യൂസ് എഫക്റ്റിനെ ബേസ് ചെയ്ത് കുറെ കാര്യങ്ങൾ സൈമൾട്ടേനിയസ്ലി ട്രിഗർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇനി 2 തവണ ട്രിഗർ ആകുമ്പോൾ എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സാധനം. ഈ ചേഞ്ച് അപ്പോൾ ഡെവലപ്മെന്റിന് മാത്രമേ വരത്തുള്ളൂ. നമ്മള് ബിൽഡ് എടുത്ത്, അതായത് പബ്ലിക് പ്രൊഡക്ഷൻ ഇതില് വരൂല. ഉറപ്പാണ്. ടെസ്റ്റ് ചെയ്ത് നോക്കാം. വേണ്ട, ഇത് നമ്മുടെ ഇതിപ്പോ ഞാൻ നേരത്തെ NPM പ്രിവ്യൂ എടുത്ത സർവറാണ്. നമ്മുടെ ബിൽഡ് സർവറാണ്. ബിൽഡ് നമ്മൾ എന്താണോ പ്രൊഡക്ഷൻ സർവറിൽ ഇടുന്നത് ആ സാധനം ലോക്കലി നമുക്ക് NPM റൺ ബിൽഡ്, NPM റൺ പ്രിവ്യൂ എടുത്താൽ കിട്ടും. അതാണ് 413 ഇത് നമ്മുടെ സാധാ സാധനം. ഡെവലപ്മെന്റ് സർവറാണ് 513. എന്നാണ് എന്റെ വിശ്വാസം. രക്ഷിക്കട്ടെ. അപ്പൊ അത് നമ്മൾ പ്രശ്നമാക്കേണ്ട ഒരു സംഭവമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷനിൽ ഇഷ്യൂ വരില്ലെങ്കിൽ ഇഷ്യൂ അല്ല, പ്രൊഡക്ഷനിൽ വരത്തില്ല. ഇവിടെ ജസ്റ്റ് ഡെവലപ്മെന്റ് അകത്ത് ലൈക്ക് മൾട്ടിപ്പിൾ സാധനങ്ങൾ. ഇതിപ്പോ ഒറ്റൊരു ലോഗേ ഉള്ളൂ. ഇതുപോലെ ചിലപ്പോൾ 5-8 API കോളിൽ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സാധനം എന്തെങ്കിലും സൈഡ് എഫക്ട് ട്രിഗർ ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി. അതൊരു ഫീച്ചർ ആണ്, ബഗ് അല്ല. ഇറ്റ്സ് നോട്ട് എ ഫീച്ചർ, ഇറ്റ്സ് എ ഫീച്ചർ നോട്ട് എ ബഗ്. അത് ഡിഫോൾട്ട് ഒരു ഒറ്റ വട്ടമാണ് അത് വർക്ക് ആവുള്ളൂ. ഇനി എനിക്ക് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഗ്ലോബലി അതൊരു വട്ടം വർക്ക് ആവും. ഏതെങ്കിലും ഒരു കമ്പോണന്റിൽ റീ റെൻഡറിങ് നടന്നു കഴിഞ്ഞാൽ അത് വർക്കാവും പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാ ചെയ്യാ? നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഞാൻ സബ്മിറ്റിനകത്തുള്ള ഈ സബ്മിറ്റ് ഇത് എടുക്കാം. ഇത് ഇവിടെ നിന്ന് മാറ്റാം. ഞാനിപ്പോ ഇത്രയും മതി എന്ന് തോന്നുന്നല്ലേ. ഇത്രയും എടുത്തു. ഈ ഓൺ ക്ലിക്ക് ഞാൻ ഇവിടെ നിന്ന് മാറ്റാണ്. ഓക്കെ, സബ്മിറ്റ് ബട്ടന്റെ ആവശ്യം എനിക്കിപ്പോൾ ടെക്നിക്കലി സ്പീക്കിംഗ് അവിടെ ഇല്ല. തൽക്കാലത്തേക്ക് അവിടെ ഇരിക്കട്ടെ. ഇവിടെ ഞാൻ എന്നിട്ട്
അതിന്റെ ഏജ് വെക്കാം. അപ്പൊ യൂസർ ഡേറ്റ തൽക്കാലം ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണോ ഇവിടെ കൊടുക്കുക? ഏജ് കൊടുത്ത വർക്ക് ആവുമെന്ന് അറിഞ്ഞൂടാ, നമുക്ക് നോക്കി നോക്കാം. യൂസർ ഡേറ്റ എടുത്ത് വർക്കാം. എന്നിട്ട് ഇപ്പൊ യൂസർ ഡേറ്റ സ്റ്റേറ്റ് വേരിയബിൾ ആണോ അവിടെ സ്റ്റേറ്റ് അല്ലാതെ വേറെ ഒരു ക്ലാസ് നെയിം അങ്ങനത്തെ ഒന്നുമല്ല, ജസ്റ്റ് സ്റ്റേറ്റ് വേരിയബിൾ. ആ സ്റ്റേറ്റ് വേരിയബിൾ അപ്ഡേറ്റ് ആവുമ്പോഴത്തേക്ക് യൂസ് എഫക്ട് ട്രിഗർ ആവും. ഞാനിപ്പോ എനിക്ക് കൺഫേം പാസ്വേഡും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഓരോ സ്റ്റേറ്റ് വേരിയബിളിനും ഓരോ യൂസ് എഫക്ട് ചെയ്താൻ പറ്റുമോ? ഓരോ സ്റ്റേറ്റ് വേരിയബിളിനും ഇത്ര പക്ഷെ സ്റ്റെപ്പ് നല്ലതല്ല. മാക്സിമം ചിലപ്പോ എനിക്കിപ്പോ ഇതിപ്പോ ഇതിനകത്തുള്ള സാധനം ഈ ഏജിന് മാറ്റം ചിലപ്പോ എനിക്ക് നെയിമിൽ വേറെ ഒന്ന് മാറ്റം അത് എനിക്ക് ഒരിക്കലും ഇതിന്റെ കൂടെ എഴുതാൻ പറ്റത്തില്ല. അങ്ങനത്തെ കേസിൽ കോമട്ട് എഴുതി കഴിഞ്ഞാൽ ഏത് ഒന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലും അതെ യെസ് അത് വർക്ക് ആവും. ഇഫ് ഏജ് ഈസ് ഈക്വലി ഗ്രേറ്റർ ദാൻ 40 ഒരു ഫിറ്റ് സബ്മിറ്റഡ് അപ്പോഴേ ട്രൂ ആവത്തുള്ളൂ. ഇവിടെ ഒരു ലോഗോ കൂടെ ആക്കാം കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഏജ് ഗ്രേറ്റർ ദാൻ 40 ആണെങ്കിൽ ഏജ് കൊടുത്താൽ മതിയോ അതോ യൂസർ ഡാറ്റ പറ്റിപ്പോയി, ചെറിയ കയ്യബദ്ധം. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. ഏജ് ഗ്രേറ്റർ ദാൻ 40 ആവുന്നുണ്ടെങ്കിൽ നെയിം കൊടുത്തു, അനക്കൊന്നുമില്ല. നമ്മളിത് ഇഫിനകത്തിട്ടുണ്ടാണ് ആദ്യം ടെസ്റ്റ് വരാത്തത്. അപ്പൊ ഞാൻ ഏജ് എത്ര കൊടുക്കാം? നമുക്ക് 20 എടുത്ത് വെക്കാം. ആദ്യം അത് വർക്കായി, പക്ഷെ അവിടെ ഇട്ടതുകൊണ്ട് അത് വന്നില്ല. അതെ, അകത്ത് ലിഫിനകത്താ ഉള്ളത്. വർക്കാവോ? ഒന്നുകൂടെ. അപ്പൊ ഇതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾ. ഇതിപ്പോ ജസ്റ്റ് ഒരു സിമ്പിൾ യൂസ് കേസ്. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിപ്പോ ഒറ്റ വേരിയബിൾ സിമ്പിൾ ആണ്. അതായത് നമ്മുടെ സ്റ്റേറ്റ് വേരിയബിളോ അല്ലെങ്കിൽ ആ ഒരു വേരിയബിൾ അല്ലെങ്കിൽ അതിന്റെ ജേസണിലൊക്കെ ഡോട്ട് ഇട്ട് കൊടുക്കാം അല്ലെ? അതെ. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഡാറ്റ ആ വേരിയബിൾ അല്ലെങ്കിൽ ആ ഒരു റെഫർ ചെയ്ത ഭാഗത്തുള്ള ഡാറ്റ അപ്ഡേറ്റ് ആവുമ്പോൾ ആണ് ആ കംപ്ലീറ്റ് യൂസർ എഫക്ട് വർക്ക് ആവുക. അതാണ് ബേസിക്കലി. ഇതിപ്പോ നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റ. ഇതിപ്പോ ഇതേപോലെ യൂസ് എഫക്ട് വേണമെങ്കിൽ നെയിമിന് വേറെ എഴുതണമെങ്കിൽ എഴുതിക്കൂടെ? ഇത് വേറൊരു യൂസ് കേസ് എന്താ വെച്ചാൽ നമ്മളിപ്പോ ചിലപ്പോഴും URL പരാമ വരത്തില്ല. അപ്പൊ പരാം എക്സ്ട്രാക്ട് ചെയ്ത് പരാം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് എപ്പിക്കോൾ ചെയ്താൽ മതി. അങ്ങനത്തെ കേസിൽ അപ്പൊ നമ്മൾ ഗ്ലോബലായിട്ട് എഴുതിയാൽ മതി. ഇത്രേ ഉള്ളൂ യൂസ് എഫക്ട്. നമുക്ക് പേജ് ഇവിടെ നേരത്തെ ഡൗട്ട് ചോദിച്ചില്ലേ, ഇവിടെ സ്റ്റേറ്റ് മാത്രമേ കൊടുക്കാവുള്ളൂ. അതിൽ ചെറിയ കറക്ഷൻ ഉണ്ട്. വേരിയബിൾസും കൊടുക്കാം, പക്ഷെ ഈ പറഞ്ഞ പരാമിന്റെ കേസിൽ അത് വേരിയബിൾ ആവാം. പക്ഷെ അങ്ങനത്തെ കേസിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ പരാം എപ്പോഴും അപ്ഡേറ്റ് ആയ യൂസ് എഫക്ട് അപ്ഡേറ്റ് ആകത്തില്ല. കാരണം വേരിയബിൾ അപ്ഡേറ്റ് ആകുമ്പോൾ കമ്പോണന്റ് റീലോഡ് ചെയ്യത്തില്ല. കമ്പോണന്റ് റീറെൻഡർ ചെയ്യുമ്പോഴാണ്. അപ്പൊ പരാം ഉപയോഗിക്കണ ആദ്യ തവണ പരാം എടുത്ത് നോക്കും, പക്ഷെ പിന്നെ ഒരു അതപ്പോ ആദ്യത്തെ തവണ എടുക്കണോണ്ടല്ല, ഫസ്റ്റ് റീഫ്രഷിൽ ഫസ്റ്റ് റെൻഡറിൽ വരുമ്പോ ഇവിടെ ആ സാധനം അകത്ത് കയറും. എന്തായാലും കയറും. അപ്പൊ നമ്മള് റീറെൻഡറിങ് നടക്കുമ്പോഴാണ് ഇത് വർക്ക്. അപ്പൊ റീറെൻഡറിങ് നടക്കാൻ കാരണമായിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിളോ അല്ലെങ്കിൽ റിലേറ്റഡ് സാധനം എന്താണോ അത് കൊടുത്തു കഴിഞ്ഞാൽ വർക്കാവും. ഞാൻ വിചാരിച്ചു മറ്റേ ഈ ഏതെങ്കിലും ഒരു സെക്ഷൻ എന്തെങ്കിലും നമ്മള് ടാഗ് ചെയ്തിട്ട് ഇവിടെ അങ്ങനെ കണക്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അത് പറ്റുമോ അങ്ങനെ? എങ്ങനെ? അതായത് ഇപ്പൊ ഞാനിപ്പോ ഈ ഡിവില് റീറെൻഡർ നടക്കുമ്പോ എനിക്ക് യൂസ് എഫക്ട് വർക്ക് ആവും. ഡിവിന് ഒരു ഓൺ ചേഞ്ച് ഇട്ടാൽ മതി. ഓൺ ചേഞ്ച് വെച്ചിട്ട് അങ്ങനെ ട്രിഗർ ചെയ്യാനായിട്ട്, അല്ലാതെ നമുക്ക് മാനുവലി അല്ലാതെ വേറെ വഴിയില്ല. നമ്മളിപ്പോ ഐഡിയോ ക്ലാസ് നെയിം അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത് സിമ്പിൾ. നമ്മുടെ യൂസ് എഫക്റ്റിനെ വെച്ചോക്കുമ്പോ വളരെ സിമ്പിൾ ആണ്. പക്ഷെ മോസ്റ്റ് കേസസിൽ ഗെറ്റ് ഒക്കെ ഡേറ്റ ഗെറ്റ് ചെയ്യാനൊക്കെ വെച്ച് നോക്കുമ്പോഴല്ല സ്റ്റേറ്റ് വേരിയബിളിനെ വെച്ചോ. അത് സ്റ്റേറ്റ് വേരിയബിൾ പഠിച്ചുകൊണ്ടാണ് സിമ്പിൾ ആയത്. സത്യം. നമ്മളിവിടെ സ്പ്രെഡ് ഓപ്പറേറ്റർ ഒക്കെ ഒന്നും പറയാതെ ചുമ്മാ. അപ്പൊ ഇത് യൂസ് എഫക്ട് പോലെ മതി. ബാക്കി നമ്മൾ കുറച്ച് അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് മൾട്ടിപ്പിൾ യൂസ് എഫക്ട് ഒക്കെ വന്ന് നമ്മള് വരുന്ന പ്രൊജക്ടുകൾ ഭീകര പ്രൊജക്ട്സ് ഒക്കെ അശ്വിൻ ചെയ്യണതായിരിക്കും. അശ്വിൻ ഇരുന്ന് കൂടിയും വെറുതെ തന്നെ പണി കാണാം. അപ്പോ നമുക്ക് എന്നാൽ മൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോ ബൈ ബൈ.